ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തോട് അടുത്തു ചേരുവാനും ആത്മീയമായി നവീകരിക്കപ്പെടുവാനുമുള്ള ത്യാഗത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ദിനങ്ങളാണ് വലിയ നോമ്പ്. വളരെയേറെ അസ്വസ്ഥതയിലും അശാന്തിയിലും കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ യേശു വചനത്താൽ നമുക്ക് കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന നിരപ്പിൻ്റെ ശുശ്രൂഷയിലൂടെ നോമ്പിൽ പ്രവേശിച്ച് ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിയേണ്ടതാകുന്നു. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ആത്മശോധന ചെയ്ത് തന്നെ എളിമപ്പെടുത്തി ക്രിസ്തുവിലൂടെ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തി മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പുതുക്കി ക്രിസ്തുവിലുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ കണ്ണാടിയിൽ മുഖാമുഖമായി കാണുന്നത് പോലെ നമ്മളെ തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ? എത്രയോ മലിനമായി കിടക്കുന്ന നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, ഇവയെല്ലാം ജലവും സോപ്പും ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കുന്നത് പോലെ നമുക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുകയില്ല. ആത്മശുദ്ധീകരണം നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. വചനമാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നാം പോലും അറിയാതെ നമ്മിൽ കിടക്കുന്ന മലിനമായ അവസ്ഥയ്ക്ക് മാറ്റം ലഭിക്കും. പരീക്ഷകനായ സാത്താൻ യേശുവിൻ്റെ അടുക്കൽ പ്രലോഭനങ്ങൾ കൊണ്ട് എത്തിയപ്പോൾ വചനത്താൽ സാത്താനെ തോൽപ്പിച്ചെങ്കിൽ നമ്മുടെ ഹൃദയപലകയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ വചനം കൊണ്ട് നമുക്ക് ശുദ്ധി ചെയ്യാം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. യഥാർത്ഥ അനുതാപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറയുന്നു. ഹൃദയപൂർവമായ അനുതാപത്തിലൂടെ കള്ളനും ചുങ്കക്കാരനും പാപിനിയായ സ്ത്രീയും യേശുവിൻ്റെ സാക്ഷികളായി ഇന്നും ലോകത്ത് ജീവിക്കുന്നത് പോലെ ഈ നോമ്പിൽ ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിന് പകർന്നു നൽകാം. ലോകവും അതിൻ്റെ മോഹങ്ങളും നമ്മളെ ചുറ്റുമുറുക്കുമ്പോൾ ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികന്മാരാകാതെ ജഡത്തിൻ്റെ ചിന്ത വെടിഞ്ഞ് ആത്മാവിൽ ജീവിക്കുവാൻ ക്രിസ്തുവിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ അയൽവാസികളെ, ബന്ധുക്കളെ, സ്നേഹിതരെ യഥാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ സ്നേഹം കണ്ടീഷണലാണ്. എന്നാൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് ഇത് അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലത് എന്ന്. അങ്ങനെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുവാനും ആത്മാർത്ഥമായ അനുതാപത്തിലൂടെ വചനം നമ്മിൽ നിറച്ച് ജീവിക്കുവാനും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.